മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വെറുതെയല്ല ഭാര്യ സീസൺ 2 പവർഡ് ബൈ ന്യൂട്രലയുടെ നമ്മുടെ ഈ റൗണ്ട് ഫാമിലി സപ്പോർട്ടിംഗ് റൗണ്ട് ആണ്. അതിനായിട്ട് ഞാൻ ക്ഷണിക്കുന്നു നമ്മുടെ സ്വന്തം ബോബി ആൻഡ് ധന്യ. പിതാവാം ദൈവമേ, അങ്ങയുടെ തിരുവിഷ്ടപ്രകാരം ജീവിക്കുന്നതിന് 1 വർഷം കൂടി ആയുസ്സും ആരോഗ്യവും തന്നതിന് അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. ആമേൻ. ആമേൻ. എന്നാ എല്ലാരും വന്നേ, നമുക്കെന്നാ കേക്ക് കട്ടിയാം. ഇച്ചായ, കുഞ്ഞിനാളിൽ ഇച്ചായൻ ഉരുട്ടിത്തന്ന ഉരുളയുടെ രുചി ഇപ്പോഴും ഞാൻ മറന്നിട്ടില്ല. വന്നേ വന്നേ, നമുക്ക് ഭക്ഷണം കഴിക്കാന്ന്. വന്നേടാ പിള്ളേരെല്ലാരും വന്നേ. വാ. ഫുഡ് മാത്രമേ ഉള്ളൂ, സ്മോളൊന്നും ഇല്ലേ? പിന്നെന്താ, അതില്ലാതെ എന്താ ആഘോഷം? മക്കളെല്ലാരും ഒന്ന് നിന്നേ. അപ്പച്ചനൊരു പ്രധാന കാര്യം പറയാനുണ്ട്. അപ്പച്ചനും അമ്മച്ചിക്കും വയ്യാണ്ടായി. ഇനി ഈ സ്വത്തുക്കളൊക്കെ ഞങ്ങൾക്കൊരു ഭാരമാ. അതുകൊണ്ട് തന്നെ ഗ്രേസിക്കുട്ടിയെ, ഇതാ. ജോണിക്കുട്ടിയെ, ഈ വീടും ചുറ്റുമുള്ള 10 ഏക്കർ തോട്ടവും ഇളയവനായ നിനക്ക്. ഹലോ, ഇടി കർത്താവ് തുണച്ചു. പ്രതീക്ഷിച്ച പോലെ തന്നെ അടി. ഞാൻ പിന്നെ വിളിച്ചോളാം. പിന്നെ തോമാച്ച, കറുകച്ചാലിലെ ആ പെട്രോൾ പമ്പും പൊൻകുന്നത്തെ തടിമില്ലും നിനക്ക്. അതെങ്ങനെ ശരിയാവും അമ്മച്ചി? ഞാനല്ലേ ഈ പെട്രോൾ പമ്പ് ഇത്രയും കാലം നടത്തിയിരുന്നത്. നീ ഇത്ര കാലം നടത്തിയതിന്റെ ഗുണവധികാരൊന്നും പറയണ്ട. ഇനി ഞങ്ങൾ നോക്കിക്കോളാം കേട്ടോ. എടി ഷേർലി മോളെ. എന്നാ അമ്മച്ചി? നിനക്ക് തരാനുള്ളതെല്ലാം നേരത്തെ തന്നതാണെങ്കിലും കുന്നന്താനത്തെ ആ ഫാക്ടറിയും അതിനോട് ചേർന്ന സ്ഥലവും ഇനി നിനക്കുള്ളതാ. അമ്മച്ചി, എന്നാലും എനിക്ക് ഈ വീടും പൊരയിടം കിട്ടുമെന്നാ ഞാൻ കരുതിയത്. ഇതിപ്പോ USA ഇച്ചായൻ വിളിക്കുമ്പോ ഞാൻ എന്നാ പറയൂ എന്റെ കർത്താവേ. അതെ, അളിയനോട് ഞാൻ പറഞ്ഞോളാം. ഇച്ചായൻ എന്നാ പറയാനാ? എനിക്കറിയാം എന്ത് പറയണമെന്ന്. എന്തൊരു ഒത്തൊരുമയായി പിള്ളേരൊക്കെ തമ്മിൽ. എങ്കിൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ലേ, നമുക്ക് വല്ലതും കഴിക്കാം. എന്നാ കഴിക്കാനാ? നിറഞ്ഞു. എനിക്കും. അപ്പച്ചാ, ഞാൻ ഇറങ്ങുവാ. വാടി പോകാം. ഒന്ന് നിന്നേ. പിന്നെ എടി, അത് പിന്നെ എടി, നീ എന്നാ അപ്പച്ചനെ അമ്മച്ചയും കൂടെ കൊണ്ടുപോകും. എന്തിന്? അതിപ്പം ഞാൻ ഇന്ന് തന്നെ അങ്ങ് പോവും. ഇതൊക്കെ കണ്ടോണ്ട് ഞാൻ കുറെ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഏർപ്പാടൊക്കെ നാളെ തന്നെ ചെയ്യണം. അല്ലെങ്കിൽ ഇച്ചായൻ അതൊന്നും ശരിയാകത്തില്ല. ഗ്രേസിയുടെ അപ്പനും അമ്മച്ചൊക്കെ അവിടെയുള്ളതാ. അല്ലേലും നിനക്കല്ലേ വീട് കിട്ടിയത്, അപ്പൊ നീയാ നോക്കേണ്ടത്. ഇച്ചായൻ ഇതെന്നാ വർത്തമാനാ പറയുന്നേ? പറ്റില്ല. നിങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ തുടങ്ങി ഞാനിത് തന്നെ ചെയ്യാനാ? എനിക്കും ഒരുപാട് പ്ലാനുകളുണ്ട്. എന്നെ കൊണ്ട് നോക്കാൻ വയ്യ. വീടും പറമ്പും കിട്ടിയില്ലേ? വീടും പറമ്പൊക്കെ കിട്ടിക്കാണും. അതോ എനിക്ക് അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതൊന്നും ശരിയാകത്തില്ല. നിങ്ങൾ രണ്ടുപേരോട് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. മതി, ഞങ്ങളെ ചൊല്ലി ഒരു വഴക്ക് വേണ്ട. എല്ലാവരും ഇറങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ ഇറങ്ങിക്കോളാം. ത്രേസ്യേ, ഇറങ്ങു വേഗം. അത്യാവശ്യം വേണ്ട എന്താന്ന് വെച്ചാ എടുത്തു. മതി, അമ്മച്ചിക്കും അപ്പച്ചനും ഇത് മാത്രം മതി മക്കളെ. എല്ലാവരും ഇറങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ ഇറങ്ങിക്കോളാം. നമ്മുടെ മക്കൾ തിരിച്ചു വിളിക്കുമെന്ന് കരുതിയല്ലേ? നടക്ക്. ഈശോയെ, ഇത് വെറും വെള്ള പേപ്പറാണല്ലോ. ഇതിനകത്തൊന്നും എഴുതിയിട്ടുമില്ല. എടി കൊച്ചെ, നിന്റെ നോക്കടി. കർത്താവേ, ചതിച്ചോ? അങ്കിൾ, ഇതാ വെള്ളിപ്പച്ചൻ തന്നു വിട്ടതാ. മക്കളെ, തിരികെ വിളിച്ചാലും ഞങ്ങൾ വരില്ല. ഒരു നീണ്ട യാത്ര. ആരോരുമില്ലാത്ത അനാഥർക്ക് തുണയായും അവരിൽ ഒരാളായും ഇനി മുതൽ ഞാനും എന്റെ ത്രേസ്യയും അവരോടൊപ്പമുണ്ടാകും.
ഞങ്ങളുടെ വിയർപ്പിന്റെ മണമുള്ള സ്വത്തുക്കൾ ഇനി അവർക്ക് സ്വന്തം, അവർക്ക് മാത്രം. വളരെ മനോഹരമായ ഒരു സ്കിറ്റ്, ഗംഭീരായിരിക്കുന്നു. ഇത് കൂടുതൽ കുടുംബാംഗങ്ങളൊന്നും വീട്ടിലില്ലല്ലോ ഇനി? കൊറേ ഉണ്ട്, എല്ലാരും അയ്യോ, കുറച്ച് പേരെ കൂടെ വിളിക്കായിരുന്നു. പ്രത്യേകിച്ച് എന്റെ അച്ഛന് ബ്രദേഴ്സ് അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഇവിടെ ഇല്ല അവര്. എല്ലാരും ഒന്ന് പരിചയപ്പെടുത്തിക്കേ. ഇത് നമ്മുടെ ബോബിയുടെ അമ്മയാണ്. അത് അമ്മയുടെ ആങ്ങളെയാണ്, അമ്മയുടെ ആങ്ങളെയാണ്. അത് ധന്യയുടെ വല്യമ്മയുടെ മകളാണ്, മകളുടെ ഹസ്ബൻഡ്, വല്യമ്മയുടെ മകളുടെ മകൻ. ഏത് റോളിലായിരുന്നു അഭിനയിച്ചിരുന്നത്? പാസിംഗ് ഷോട്ട് അല്ലേ? ഇവരുടെ കുട്ടികളാണ്. നിങ്ങളൊക്കെ ആണെങ്കിലും വെള്ളമടിക്കുന്നില്ലേ, സ്മോൾ ഇല്ലേ എന്നൊക്കെ ചോദിച്ചു വളരെ തന്മയത്തോടുകൂടി വളരെ നാച്ചുറൽ ആയിട്ട് തന്നെ അത് ചോദിച്ചിരിക്കുകയാണ്. അല്ല, കുട്ടികളൊക്കെ ആണെങ്കിലും വളരെ അച്ചടക്കത്തോടു കൂടിയുള്ള ഒരു നടപ്പ്. അത് അഭിനയിക്കേണ്ടി വന്നില്ല. അതാണ് എന്തുകൂടി ചേട്ടനിൽ ആ റോൾ ഏൽപ്പിച്ചു എന്ന് എനിക്ക് പറ്റി ലാസ്റ്റ് ഞാൻ ചോദിക്കാം. പിന്നെ നമ്മുടെ ബോബിയുടെ അമ്മയെ പറ്റി നമ്മൾ എപ്പോഴും വിഷ്വലിലൊക്കെ കാണുന്നതാണ്. എന്തെങ്കിലും അമ്മയെ കൂടെ നമുക്ക് രണ്ടുപേർക്ക് സംസാരിപ്പിക്കണ്ടേ? ഹലോ. അമ്മ ഒന്നുമില്ലെങ്കിൽ ഞാൻ സുന്ദരിയാണെന്നെങ്കിലും പറഞ്ഞു. അല്ല, ഒരാളല്ലല്ലോ, മൂന്നാളും സുന്ദരികൾ തന്നെ. അല്ല, സ്ക്രീനിൽ മാത്രം കണ്ടോണ്ടിരുന്നവരെ നേരി കാണാനുള്ള ഭാഗ്യം കിട്ടുന്നുള്ളത് എന്റെ ഭാഗ്യം. ഈ എന്നെ സ്ക്രീനിൽ കാണുന്നേക്കാളും മെലിഞ്ഞു തോന്നണില്ലേ നേരിട്ട് കാണുമ്പോ? ഇല്ല, ഉള്ള പോലെ പറഞ്ഞോ. സ്ക്രീനിൽ കാണുന്നതിലും സുന്ദരിയാണ്. മെലിഞ്ഞത് പറയണോ? വേണ്ടേ? എന്നാ വിട്ട് അല്ല കേട്ടോ, മൈക്ക് കൈമാറി. എന്തുകൊണ്ടും സാധാരണ ഒരുപാട് നമ്മൾ ഒത്തിരി കണ്ടിട്ടുള്ള ഒരു തീം ആണെങ്കിൽ പോലും നിങ്ങൾ വളരെ ഭംഗിയായിട്ട് തന്നെ പ്രസന്റ് ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നു. ഇനി നമുക്ക് ഈ കുടുംബാംഗങ്ങൾ എല്ലാരും കൂടെ ചേർന്ന് എത്രത്തോളം ഈ കൊച്ചു സമയം കൊണ്ട് എത്രത്തോളം ഭംഗിയാക്കി എന്ന് അഭിനയത്തിന്റെ എല്ലാ പാഠങ്ങളും അരച്ചു കലക്കി കുടിച്ച് പഠിച്ചിരിക്കുന്ന നമ്മുടെ ലളിത ചേച്ചിയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങിയേക്കാം. ബോബിയുടെ കുടുംബങ്ങൾ എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചു. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് ഒരു നാടക ട്രൂപ്പ് തുടങ്ങാം. എന്നെയും കൂടെ വിളിച്ചാൽ മതി അതിൽ അഭിനയിക്കാൻ. സാധാരണ സംഭവം ആണെങ്കിൽ പോലും അതിനകത്ത് ആ ഒരു ക്ലൈമാക്സ് എത്തിയപ്പോഴത്തേക്കും ആ സസ്പെൻസ് ഒക്കെ നന്നായിട്ട് നിലനിർത്തി. ഇതിന്റെ ഒരു ത്രെഡ് കിട്ടിയെന്ന് വെച്ചാൽ ഈ അടുത്ത കാലത്ത് നമ്മളുടെ നാട്ടിൽ തന്നെ നടന്നൊരു സംഭവമാണ്. അച്ഛന്റെ അമ്മയുടെ സ്വത്തുക്കൾ മുഴുവൻ എഴുതി വാങ്ങിയിട്ട് മക്കൾ അവരെ ബസ് സ്റ്റാൻഡിൽ കൊണ്ട് ഉപേക്ഷിച്ചിട്ട് പോയി. അപ്പൊ ആ ഒരു അച്ഛന്റെ അമ്മയുടെയും വേദനയിൽ നിന്നാണ് ഞങ്ങൾക്ക് ഈ ഒരു ത്രെഡ് ഉണ്ടായത്. അപ്പൊ ഇനി ഒരു അച്ഛനും അമ്മയ്ക്കും ഇങ്ങനെ ഒരു ഇതൊന്നും സംഭവിക്കരുത് എന്നുള്ളതുകൊണ്ട് അച്ഛനും അമ്മ ഞങ്ങൾ കുറച്ചൊരു ബുദ്ധിശാലിയാക്കി ഇങ്ങനെ ഒരു സംഭവം. ഒരുപാട് ഒത്തിരി സംഭവങ്ങളുണ്ട് ബോബി, അത് ഒത്തിരി ഉണ്ട്. പിന്നെ ബോബിയുടെ പെങ്ങളായിട്ട് വന്നത് നന്നായിരുന്നു തന്നെ, നന്നായിരുന്നു കേട്ടോ. എല്ലാവരും നന്നായി ചെയ്തു. കൊച്ചു പിള്ളാരും ചുവന്ന ഉടുപ്പും വെള്ളമാലാകെ കൊച്ചുമാലാകെ. അപ്പൂപ്പൻ എന്റെ ലെറ്റർ കൊണ്ട് കൊടുത്ത അവൾ ഓടി പോയല്ലോ, വളരെ ഇതൊന്നും അറിയാത്ത ഇന്നസെന്റ് ആയിട്ട് ഓടിപ്പോയതൊക്കെ ഗംഭീരമായി. അല്ല, എനിക്ക് ഇതില് അഭിപ്രായം പറയുന്നതിന് മുമ്പ് ഞാൻ പേഴ്സണലി ഒരു കാര്യം പറയാണ്. അതായത് ഞാനാണ് ഏറ്റവും കൂടുതൽ സ്കിറ്റുകളിൽ വിമർശിച്ചതെന്ന് ഒരു പരാതിയുണ്ട്. അതെ, അല്ല, ഞാൻ അത് പേഴ്സണലി പറയാണ്. ഞാൻ ഒരിക്കലും വിമർശിക്കുന്നതല്ല. ഈ ആൾക്കാർക്ക്, ഓഡിയൻസിനോടും എനിക്ക് പറയാം, അതായത് ഈ ഓഡിയൻസ് അല്ല, പ്രേക്ഷകരോടും പറയാറുള്ളത്, അവരൊക്കെ എന്നെ ഒരു ഹ്യൂമർ രീതിയിൽ കണ്ടിട്ട് ഞാൻ ഈ സീറ്റിലിരുന്ന് വളരെ സീരിയസ് ആയിട്ട് സംസാരിക്കുമ്പോൾ അവർക്ക് പോലും ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ടുള്ള അവസ്ഥയാണ്. പക്ഷെ ഞാനിരിക്കുന്ന സീറ്റിന്റെ ഒരു ഇത്, ഞാനിരിക്കുന്ന സീറ്റ്, അത് ജഡ്ജ് ആ ഒരു സ്ഥാനം വെച്ചിട്ട് ഞാൻ മാത്രമല്ല, ചിലത് സീരിയസ് ആയിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ വല്ലാണ്ട് എന്റെ ഫേസ് ഒക്കെ ഭയങ്കര സീരിയസ് ആയിട്ട് എന്തോ വലിയ കാര്യം സംസാരിക്കും. അതെന്റെ ഒരു ഇതാ. അപ്പൊ നിങ്ങൾ അതൊരു വലിയൊരു പ്രശ്നമായിട്ട് എടുക്കണ്ട. അല്ല, അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. നിങ്ങളൊരു പ്രൊഫഷണൽസ് അല്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങളത് നന്നാക്കാൻ വേണ്ടി നെക്സ്റ്റ് നിങ്ങൾ സ്റ്റേജിൽ കയറുമ്പോൾ സ്റ്റേജിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ ഞങ്ങൾ പാസ് ചെയ്യുന്നേ ഉള്ളൂ. അത് ആ രീതിയിലേ എടുക്കാം. ഒരു കാരണവശാലും ഞങ്ങൾ ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്തു എന്ന് നിങ്ങളും വിചാരിക്കരുത്, പ്രേക്ഷകരും വിചാരിക്കരുത്. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് കരയരുത്, അങ്ങ് ഇറങ്ങിപ്പോയി മാറിപ്പോയെന്ന് കരഞ്ഞോണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി ഞാൻ കിടക്കാം. ലിപ്സിങ്ങിന്റെ ചെറിയൊരു പ്രോബ്ലം മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. അത് പ്രത്യേകിച്ച് ബോബിയുടേത് കുറച്ച് കൂടുതൽ ലിപ്സിങ് ഉണ്ടായിരുന്നു.
പ്രധാന നടനാണ് കുറച്ച് തെറ്റിച്ചത്. അതെ, ബാക്കി ധന്യൊക്കെ വളരെ കറക്റ്റ് കേട്ടോ. ഒരു 95-90% നിങ്ങൾ ലിപ്സിംഗ് കറക്റ്റ് ആയി. ഞാൻ പിന്നെ പറഞ്ഞില്ലല്ലോ, തുടങ്ങിയ ഡയലോഗ് തന്നെ അതെന്താ വെച്ചാല് ഞാനും തന്നെ മോളും മാത്രമേ ഞങ്ങളുടെ കാര്യം നോക്കിയാൽ മതി. ബാക്കിയുള്ളവരുടെ മുഴുവൻ മനസ്സിലിങ്ങനെ കിടക്കുന്നതുകൊണ്ട് ഒരു ചെറിയ അബദ്ധം പറ്റിയതാണ്. ബാക്കിയുള്ളവരുടെ ഡയലോഗ് കയറി പറഞ്ഞു ഇല്ല, ബാക്കിയുള്ളവർ ശരിയാക്കോ എന്നുള്ളൊരു തോന്നുന്ന ഒരു മനസ്സിൽ ഇതുള്ളതുകൊണ്ട് അവരെല്ലാരും കയറി പറയുന്നത് എന്റെ തെറ്റും പറഞ്ഞു. അവര് പറഞ്ഞു എന്റെ തെറ്റും കറക്റ്റ് ആയിട്ട് പറഞ്ഞു. അതെ, ആ പുള്ളിക്കാരൻ അങ്കിളൊക്കെ നന്നായിട്ട് പറഞ്ഞു. പഴയൊരു നാടക നടന്റെ ലുക്കും ഉണ്ട്. അതെ 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 അതെ. പിന്നെ മോൾക്ക് ഡബ് ചെയ്താരാ? എനിക്ക് തോന്നി അപ്പച്ചൻ തന്നതാ. അതൊന്ന് പറഞ്ഞ, അത് ലൈവായിട്ട് കേൾക്കാന്ന് പറഞ്ഞേ. അങ്കിൾ അപ്പച്ചൻ തന്നതാ. ഉഗ്രനായിരുന്നു, നന്നായിരുന്നു. എല്ലാരും വളരെ നല്ല ഒരു എന്താണ് അഭിനയമാണ് കാഴ്ചവെച്ചത്. കാരണം ഒരു ഓവർ എക്സാജറേഷൻ ഒന്നുമില്ല, വളരെ നാച്ചുറൽ ആയിരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ് ബോബി ആൻഡ് ഫാമിലി. എല്ലാവരും നന്നായിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ മാതിരി ബോബി മാത്രം മറ്റുള്ളവരെ ശ്രദ്ധിച്ച് ചെറുതായിട്ടൊരു ലിപ്സിംഗ് അത് മാത്രമേ കുഴപ്പമുണ്ടായിരുന്നുള്ളൂ. അച്ഛനായിട്ടൊക്കെ അഭിനയിച്ച അദ്ദേഹം ഇപ്പോഴും കൂടി ആ അച്ഛന്റെ ഒരു ഇതിൽ ഗമയിലൊക്കെയാണ് നിൽക്കണേ. ഇങ്ങനെ എല്ലാവരും നന്നായിട്ടുണ്ട്. വളരെ ഒരു ക്ലീൻ പെർഫോമൻസ്, നല്ലൊരു ത്രെഡ്, അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു എൻഡിങ് ക്ലൈമാക്സ് ആയിരുന്നു. നന്നായിട്ടുണ്ടായിരുന്നു. മാർക്സ് അറിയാം ചേച്ചി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ബോബി 1-2 സ്ഥലത്ത് തെറ്റിച്ചു. എന്തായാലും ഞാൻ 8.5 മാർക്ക് എടുത്തു. ഞാൻ ഇച്ചിരി കുറച്ചിട്ടുണ്ട്, 8 മാർക്ക്. ബോബിക്കും ധന്യക്കും ഫാമിലിക്കും 8.5. അപ്പോൾ 8.5, 8.5, 8 ചേർന്നാൽ 25, 25. അപ്പൊ ഒത്തിരി സന്തോഷത്തോടു കൂടി നമുക്ക് ഈ ഒരു വൻപിച്ച ജാഥയെ ഇവിടുന്ന് പറഞ്ഞു വിടുകയാണ്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വെറുതെ അല്ല, ഭാര്യ സീസൺ 2 പവർഡ് ബൈ ന്യൂട്രലയുടെ അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് നല്ലൊരു ശുഭരാത്രിയും കൂടെ നേർന്നുകൊണ്ട് ഞാനും ഞങ്ങളുടെ കുടുംബാംഗങ്ങളും ചേർന്ന് ടാറ്റ പറയുന്നു. ടാറ്റ, ബൈ. യൂണിവേഴ്സിറ്റി ചേർന്ന് കഴിഞ്ഞപ്പോൾ അവിടെയുള്ള കുട്ടികളൊക്കെ നല്ല ഡ്രസ്സ് ഇട്ട് കിടക്കുമ്പോൾ അച്ഛൻ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ സാധാ ഷൂസ് കൊടുത്തു കഴിഞ്ഞാൽ അഡിഡാസ് വേണമെങ്കിൽ അഡിഡാസ് ആക്കി തരും. MPhil കഴിഞ്ഞ സമയത്ത് ഞാൻ പാൻ പീസ് വെക്കാൻ നടക്കുമായിരുന്നു. അപ്പോൾ എന്നോട് ചോദിക്കും ചിലപ്പം, എടാ നിനക്ക് ബുദ്ധിമുട്ടുണ്ട് ഇത്രയും പഠിച്ചിട്ട് ഈ ഭാഗ്യം ചോദിച്ച് നടക്കാൻ. ഇപ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് ചിലപ്പോൾ ഞാൻ ഇങ്ങനെ ആയിരിക്കില്ല എൻ്റെ ജീവിതം. ഇങ്ങനെയുള്ള അമ്മാവന്മാരൊക്കെ വേണം. ഞങ്ങൾക്ക് ആർക്കും ഇങ്ങനെയുള്ള ഒരു അമ്മാവൻ ഇല്ലാതെ പോയി. ഇത്ര നേരം ഇതെനിക്കൊന്നും എന്താ അതിന്റെ പേര് മറന്നുപോയി. എസ്കലേറ്റർ കയറട്ടെ. അയ്യോ ഇല്ല, തുറക്കൂ. അച്ചായൻ രൂപ, നല്ല 1 അച്ചായൻ രൂപ. അമ്മമ്മയുടെ കണ്ണട ഇങ്ങത്താ മക്കളെ. നശിപ്പിച്ചു, നാശം. ഈ നരകത്തീന്ന് എങ്ങോട്ടെങ്കിലും മാറി താമസിക്കാന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ കേൾക്കൂല. ഈ പൊട്ടക്കണ്ണിയും കടി കണ്ട് ഇറങ്ങിയാൽ ഒരു കാര്യവും നടക്കാറില്ല. അങ്ങോട്ട് മാറി നിൽക്കുന്നല്ലേ. ഒരു രാത്രി കൂടി വിടവാങ്ങവേ ഒരു പാട്ടുമൂളി വീഴവേ. ഇനി 8 പേര് കൂടി പാടിയാലും ഇവരിങ്ങനെ തന്നെ.